ആ യാത്രയിലെ കുറേ രസകരമായ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു സന്യാസിയോട് ആറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതെ അതെ അത് കഴിഞ്ഞ് അദ്ദേഹം അവസാനം പറഞ്ഞത് കേട്ട് ഞെട്ടിയതും അഹങ്കാരം പോയതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അനുഭവം? അത് വളരെ സിമ്പിളായിരുന്നു. ഞങ്ങൾ ഗംഗോത്രിയിൽ ഇങ്ങനെ നടക്കുന്നു. 3 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ആ കാലത്ത് അതിനൊരു വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഒരു കുതിര ഗംഗയുടെ സൈഡിൽ നിൽക്കുന്നു, നല്ല സുന്ദരം കുതിര. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടൂറിസ്റ്റിൻ്റെ ഒരു മെൻറ്റാലിറ്റി വരും, പോയിട്ട് അതിനൊന്ന് തടവി പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമല്ലോ. അന്ന് മൊബൈലൊന്നും ഇല്ല, സെൽഫി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ക്യാമറ സെറ്റ് ചെയ്ത് വെക്ക്, ഞാൻ പോയി ഇതിൻ്റെ തോളിലൊക്കെ തലോടിയിട്ട് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നതും അത് എൻ്റെ നേരെ കുതിച്ച് ചാടി. അതിനെന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും ചെയ്തില്ല, തൊട്ടതും അത് ചാടി അതിന് ഭാഗ്യത്തിനൊരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ തറയിൽ തെറിച്ച് വീണ്ടും അത് എൻ്റെ മേലെ ചാടുകയാണ്. ആ കയറുള്ളത് കൊണ്ട് ചാവാതെ രക്ഷപ്പെട്ടു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴാണ് ഈ ഒരു കാവി വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ വന്നിട്ട് അതിനെ തഴുകി ശാന്തനാക്കി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കുകയാണ്, എൻ്റെ ശരീരത്തിലുള്ള ഏതോ കണികയും ആ കുതിരയുടെ ശരീരത്തിലുള്ള കണികയും തമ്മിൽ മാച്ച് ആയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ശരി സ്വാമി കൊള്ളാം, നമ്മുടെ അഹങ്കാരവും മനസ്സിൽ കിടക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത് ചോദിച്ചു. എഞ്ചിനീയേഴ്സാണ്. എഞ്ചിനീയേഴ്സ്, ഓക്കെ. ഏതാണ് ഏറ്റവും ചെറിയ കണിക? അപ്പോൾ ഞാൻ പറഞ്ഞ ആറ്റം. അതിനെക്കാട്ടിലും ചെറിയ കണിക? ഞാൻ അതിനെക്കാട്ടിലും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെക്കാട്ടിലും ചെറുത്? എനിക്ക് മനസ്സിലാവില്ല ഇയാൾ എന്തിനാ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറയാം, അതിനെക്കാട്ടിലും ചെറുത് ഇപ്പോൾ ക്വാർട്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. അതിനെക്കാട്ടിലും ചെറുത് എനിക്കറിയില്ല, ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞു, ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. അതിനെക്കാട്ടിലും അടിസ്ഥാന കണികകളുണ്ട്. അതിൽ ആ കണികകൾ തമ്മിൽ മാച്ച് ആയാലും നിങ്ങൾ, അതാണ് ആ കുതിരയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത്, അല്ല നിങ്ങളുടെ പ്രോബ്ലം ഒന്നുമല്ല. ശരി കൊള്ളാം സ്വാമി, നല്ല അഹങ്കാരം. അപ്പോഴാണ് ഞാൻ അങ്ങനെ പുള്ളി ഓക്കെ അപ്പോൾ ശരി പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മൾ ഓക്കെ ശരി പൊയ്ക്കോളൂ. അപ്പോഴാണ് മനസ്സിലായി ഇയാൾ ആരാണ് എന്താണെന്ന് ചോദിച്ചില്ല. അപ്പം ചോദിച്ചു, സ്വാമി ആരാണെന്ന് എവിടെ നിന്നാണെന്ന് പറഞ്ഞില്ല. അപ്പോഴാണ് പറയുന്നത്, ബാബ അറ്റോമിക് സെൻറ്ററിലെ സീനിയർ റിസർച്ച് സയൻറ്റിസ്റ്റാണ്. ഒരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോൾ അവർ ഈ ആത്മീയതയുടെ ലൈനും അത് വേറെ എന്തോ സീക്ക് ചെയ്ത് അവിടെ വരുന്നുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. സോ നമ്മുടെ അഹങ്കാരമൊക്കെ ശമിക്കാനായിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമാണ് ഹിമാലയം. അന്നത്തെ യാത്ര എത്ര ദിവസം നീണ്ടു നിന്നായിരുന്നു? അത് 17-18 ദിവസം. ഓക്കെ. ഈ കാറിൽ അങ്ങനെ അല്ലല്ല, ചാർധാം യാത്ര ബസ്സിലായിരുന്നു. അന്ന് ഇത്രയും നമുക്ക് എന്നായിരുന്നു അത്? 97-98 ആ സമയത്താണ്. ബസ്സിലായിരുന്നു മൊത്തം യാത്ര. ബസ്സിൻ്റെ മുകളിൽ വരെ ഇരുന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. മറ്റേ ചുരം ഇറങ്ങി വരുന്ന സ്ഥലത്ത് മൂക്കിന്ന് ബ്ലഡൊക്കെ വന്നു. ബസ്സിനകത്ത് കയറാൻ സ്ഥലമില്ല. അപ്പോൾ പോലീസുകാരാണ് പറയുന്നത് ബസ്സിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ. അപ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലല്ലേ, എസ്പെഷ്യലി കോളേജ് പഠിക്കുന്ന പ്രായത്തിൽ. ഹിമാലയം മൊത്തം കണ്ട് ബസ്സിൻ്റെ മുകളിലിരുന്ന് കാറ്റൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി രസം. ലാസ്റ്റിൽ മൂക്കിന്ന് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് മതിയായി, താഴെ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് കുറച്ച് സ്പേസ് വന്നു. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി. ഒന്നും പ്രീ പ്ലാൻഡ് ഒന്നും അല്ല. അന്ന് ഇൻ്റർനെറ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചറല്ലേ, അവർ എഴുതി വെച്ചൊരു 80 പേജ് നോട്ട്ബുക്ക് ഉണ്ട്. പിന്നെ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് വായിച്ചിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളിൽ അറിവ് വെച്ചിട്ടാണ് ഈ 3 പേരും കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആ നോട്ട് ബുക്ക് കൊണ്ട് കളയുകയും ചെയ്തു. അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് വല്ലാത്തൊരു മിസ്സാണ്.